പോയതുപോലെ ഇനിയും പോകണ്ടേ? പിന്നെ പോകണ്ടേ? അതിനെല്ലാരും ഒരുമിച്ച് ഫ്രീ ആയി കിട്ടിയാലല്ലേ പോവാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസം സ്കൂളിൽ പോകണ്ടായിരുന്നു. എന്റെ കൊച്ചേ, നിന്റെ വായന ഒരു ദിവസം എങ്കിലും സ്കൂളിൽ പോണം എന്ന് കേൾക്കാൻ പറ്റുമോ? കൊതി കൊണ്ടാ. ചേച്ചി ഓ തുണി മടക്കണ? എന്റെ തുണിയെല്ലാം അവിടെ മടക്കിയിട്ട് ആ റൂമിൽ വെച്ചേക്ക് കേട്ടാ. പൊന്നുമണി വന്നേ. ഓ വാടാ. എന്ത് ചേച്ചി? വന്നേ. ആരും പറ ചേച്ചി. വാ. ഓ മടക്കടാ അങ്ങോട്ട്. ആജ്ഞാപിക്കാൻ വന്നേക്കുന്നു. അല്ല ചേച്ചി, എനിക്ക് മടക്കാറിഞ്ഞൂടാ. ഞാനേ ഈ മടക്ക അറിയാൻ പാടില്ലേ? കൊച്ചു മടക്കുന്നുണ്ടല്ലോ. മടക്കി മടക്കടാ. മടക്ക. ആ മടക്ക്. നീ എവിടെ പോയതാ? ഞാൻ എവിടെ പോയി? നിന്റെ അടുത്തല്ല. എവിടെ പോയതാ? ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ. എന്തിനാ? ഒന്നുമില്ലടാ. എന്തോളയാ? എന്തായാലും കാണാതായോ? എന്ത് കാണാണ്ടാവാൻ? ഒന്നും കാണാണ്ടിട്ട്. ആളിയാ പറടാ. എപ്പോ? അയ്യോ, എന്നിട്ട് അവർ രണ്ടുപേരും അംഗീകരിച്ചോ? അയ്യോ, അത് ഭയങ്കര ബാഡായി പോയല്ലോടാ. ശരി ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. എന്താ ഗൾഫിൽ എന്തെങ്കിലും പ്രശ്നം? ഓ, ദുബായില് എന്റെ കൂടെ വർക്ക് ചെയ്തൊരു ഫ്രണ്ടേ. എന്തെങ്കിലും അപകടം? അപകടമല്ല, അവൻ ഡിവോഴ്സ് ആയി. നല്ല കാര്യല്ലേ? റിലേഷൻഷിപ്പ് വർക്ക് ആവുന്നില്ലെങ്കിൽ ഡിവോഴ്സ് ആവുന്നതാണ് നല്ലത്. എങ്ങനെ? റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ ഡിവോഴ്സ് ആവുന്നതാണ് നല്ലത്. പാറൂസ് അളിയാ, എടാ ഒന്ന് കുറച്ചേരം അകത്തോട്ടിരിക്കാവോ? എന്തോളയാ? ഇല്ല, ഒന്നുമില്ല, ഞങ്ങളൊന്ന് സംസാരിക്കാൻ വേണ്ടിട്ടായിരുന്നു. പ്ലീസ്. അളിയൻ പറഞ്ഞോ? എടാ ഒന്ന് അകത്തോട്ടിരിക്കടാ. ചക്കരല്ലേ? കിഷോട്ടാ, ഇതെല്ലാം മടക്കണേ. എന്താടി ഇതെല്ലാം മടക്കണേന്ന് പറഞ്ഞാ. ഓർഡറി നമ്മളും ഭരിക്കാൻ പറഞ്ഞു. താങ്ക് യു. ആ ഡിവോഴ്സ് ആവാൻ പോകുന്ന പയ്യനെ ടോക്സിക് ആയിരുന്നോ? നമ്മുടെ അളിയനെ പോലെ അളിയ ടോക്സിക് ഒന്നും അല്ലടാ. ഇത് ദുബായില് ലെച്ചൂസ് കേൾക്കണം. ദുബായിൽ എന്റെ കൂടെ 4 വർഷമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തോണ്ടിരിക്കുക. പക്ഷെ ഇവനെ ലീവ് കിട്ടിയില്ല ഒന്ന് നാട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട്. അതിന്റെ പേരില് അവന്റെ വൈഫ് ഡിവോഴ്സ് ചെയ്തേക്കുന്നു. ദുഷ്ട. എന്തോന്ന് ദുഷ്ട? ഇതിപ്പോ എല്ലാ പെമ്പിള്ളേരും അങ്ങനെ ചിന്തിക്കുള്ളൂ. ഞാനും അത് തന്നെയാ ചിന്തിച്ചേ. എങ്ങനെ? നീ വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യം. പിന്നല്ലാണ്ട് ഈ കല്യാണം കഴിക്കുന്ന എന്തിനാ? ഒരുമിച്ച് ജീവിക്കാൻ. ഇത് ഒരാൾ അവിടെ ഒരാൾ ഇവിടെ. ആകപ്പാട് ഒറ്റ ജീവിതമേ ഉള്ളൂ. അത് മര്യാദയ്ക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ? എന്നിട്ട് പെമ്പിള്ളേര് ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് അനുഭവിക്കും. ഭർത്താക്കന്മാരെ അവിടെ ഗൾഫിൽ. എന്നിട്ട് പറയുമ്പോ ഞങ്ങള് ദുഷ്ട അല്ലേ? ഓരോരുത്തരുടെ അവസ്ഥ. പിന്നെ അവസ്ഥ ഞങ്ങൾക്ക് അവസ്ഥ ഒന്നുമില്ലല്ലോ. ലെച്ചൂസ് പറഞ്ഞ പോലെ എന്തേലും ചിന്തിച്ചിരുന്നോ? അതളിയാൻ വന്നില്ലായിരുന്നു ചേച്ചി ഡിവോഴ്സ് ചെയ്തേനെ. അതെ, അത് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ചെയ്തില്ലല്ലോ. അല്ലാതെ അല്ല, ഒന്നുമില്ല. ചോരളിയാ? അല്ല, ഒന്നുമില്ലടാ. അളയൻ തന്നോട് ചോരേ. നിനക്ക് സുഖമല്ലേ? സുഖം. അല്ല അളിയാ, നേരത്തെ ഫോൺ കോൾ വന്നായിരുന്ന? റിങ് ചെയ്യാൻ കേട്ടില്ല. വൈബ്രേഷൻ മോഡ് ഓൺ. മൊത്തം മടക്കട്ടെ. എന്താണ് ഒരു ചിരിയൊക്കെ? ഒന്നുമില്ലല്ലോ ചൂസേ, ഞാനേ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ചിരിച്ചു പോയതാ. പഴയ കാര്യം? എന്തോന്ന് പഴയ കാര്യം? നമ്മളുടെ ജീവിതത്തിലൊക്കെ പണ്ട് ഒക്കെ കുറെ പ്രണയങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലേ എല്ലാവർക്കും? ഉണ്ടാവുമല്ലോ. അങ്ങനെ എനിക്കും ഉണ്ടായിരുന്നു പണ്ട്. എന്ത് പ്രണയോ? 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ? 7ാം ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും 13 വയസ്സ്. 13 വയസ്സില് കുട്ടി പ്രണയം. ബാക്കി പറ. ആ കൊച്ചിപ്പോഴേ പ്രായമായല്ലോ, അയർലൻഡിൽ സെറ്റിൽഡ. അപ്പൊ ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിയപ്പോ ആ കൊച്ചിന്റെ ഫോട്ടോ കണ്ടു. അപ്പൊ ഞാൻ 2 ലൈക്ക് കൊടുത്തു. എന്താണ്
നൊക്ലാച്ചിയെ പിടിക്കുവാണോ? നക്ലാച്ചിയൊന്നും അല്ല, ഇങ്ങനെ 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 ഇങ്ങനെ. ലച്ചൂസേ, ലച്ചൂസിന്റെ ലൈഫിലെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രണയങ്ങള് ഉണ്ടായിട്ടുണ്ടായിരുന്നോ പണ്ട്? എന്റെ ലൈഫിലാ പ്രണയോ? ഉം. പ്രണയിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ വീട്ടുകാര് സമ്മതിച്ചില്ല. അതിനു മുന്നേ കെട്ടിച്ചു വിട്ടില്ലേ, നിന്റെ തലയിലുമായി. അല്ല, ചിലവരൊക്കെ കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും പ്രണയിക്കുമല്ലോ. എന്തോന്ന്? അല്ല അങ്ങനല്ല, അയ്യോ അങ്ങനല്ല. ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, നമ്മളൊന്നും അല്ല, പുറത്തുള്ളവര്, വേറെ ആൾക്കാര്, അവരൊക്കെ ഇങ്ങനെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും പ്രണയിക്കുന്നവരുണ്ടെന്നേ. നിനക്ക് എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? എന്ത് തോന്നാൻ ലച്ചൂസേ? എന്റെ സിദ്ധു എന്റെ പുറകെ ഉണ്ടല്ലോ, ആമ്പിള്ളേരുടെ ക്യൂ ആയിരുന്നു സത്യം പറഞ്ഞ. ആ കൂട്ടത്തിലേ അരുൺ എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായിരുന്നു, നല്ല കിടുക്കൻ ചേട്ടനായിരുന്നു. കിടുക്കൻ ചേട്ടനാ? ആ ഉള്ളതിലും നല്ലൊരു മെമ്പർ ആയിരുന്നു പുള്ളി. മെമ്പർ ആയിരുന്നോ? എവിടത്തെ? അശ്ശേ. അല്ലല്ല